ഈ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുന്നത്. ഒരു നടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നു. അതിപ്പോൾ വലിയ രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു സംഭവത്തിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അത് ഈ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. എന്തായാലും യാദർച്ഛികമായി രണ്ട് സംഭവങ്ങൾ ഉണ്ടായതാണ്. കാരണം ആ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരിക്കുകയാണല്ലോ. അങ്ങനെ ഇത്തരത്തിൽ സമൂഹത്തിൽ അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവരുടെ അവകാശത്തിലേക്ക് കയറുന്ന രീതിയിൽ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ അവർക്കത് വിഷമമുണ്ടാക്കുമോ, അവരുടെ ജീവിതത്തെ ഇത് ബാധിക്കുമോ എന്നൊന്നും തിരിച്ചറിയാതെയാണോ, അതോ അങ്ങനെ അവർ വേദനിക്കിട്ട്? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെ നാം മറ്റൊരാളെ ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഈ നിയമത്തിന്റെ കണ്ണിൽ അത് തെറ്റാണല്ലോ. അതാണ് ഇവിടെ കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് കൂടുതൽ പരാമർശങ്ങൾ എന്താണ്? കോടതിയുടെ ഭാഗത്ത് നിന്നിപ്പം ഒരുപാട് പരാമർശം ഉണ്ടായിട്ടുണ്ട്. അതായത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെയായിട്ടുള്ള ഈ ദ്വയപ്രയോഗങ്ങളാണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇത് പണ്ടേ മുതലുള്ള ഒരു സോഷ്യൽ മീഡിയ വന്നത് മുതലുള്ള കാലത്തല്ല. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ എവിടെയെങ്കിലും ഇറങ്ങിയാൽ ചിലപ്പോൾ അവളുടെ ബാക്കിൽ നിന്ന് ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കുറേ പേര് കാണും. അപ്പോൾ അവിടെ ഇരുന്ന് കമന്റ് അടിക്കുമോ, അവൾ പോകുന്നുണ്ടല്ലോ, നല്ല ചരക്കെന്നൊക്കെയാണ് ഒരു വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടേ ഇത് തുടങ്ങിയതാണ്, പണ്ടേ ഇവർക്കുള്ള ഞരമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ പിന്നീട് സോഷ്യൽ മീഡിയ വന്നു. സോഷ്യൽ മീഡിയ ആകുമ്പോൾ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിലെല്ലാം ഇവർ ഇങ്ങനെ കയറുന്നു. പിന്നീട് ഓരോ സ്ത്രീകളുടെ പോസ്റ്റിന് നേരെയും കമന്റ് ഇടുന്നു, അശ്ലീല കമന്റുകൾ ഇടുന്നു. അപ്പോൾ ആ കമന്റുകൾ ഇട്ടാലേ തന്നെ നമുക്ക് കാണാം എത്രത്തോളം അവരൊരു അധംപതിച്ച ഒരു രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസത്തിന്റെ യാതൊരു ഗുണം, അതായത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഇത് പറയുന്നുണ്ട്, എന്നാലും വിദ്യാഭ്യാസം തീരെ ഒരു ഗുണനിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരമാണ്, കമന്റുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് സാധാരണ സ്ത്രീകൾക്കാണെങ്കിലും ഇപ്പൊ സിനിമാ നടികൾക്കാണെങ്കിലും തുടർച്ചയായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കുകളാണ്. അപ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതി ചില ഇടപെടലുകൾ നടത്തുമ്പോൾ എല്ലാവർക്കും അതൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കും. ഇപ്പോൾ ഹൈക്കോടതി എന്തായാലും പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡിയെ പറ്റി, അതായത് നിങ്ങളുടെ ബോഡി പൊളിയാണല്ലോ അല്ലെങ്കിൽ സൂപ്പർ ഫിഗർ എന്ന് പറയുന്നത് പോലും ലൈംഗിക അതിക്രമം എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഒരു വലിയൊരു നിരീക്ഷണം തന്നെയാണ്. കാരണം ഇവിടെ പലർക്കും ഒരു വിചാരമുണ്ട്, അതായത് നല്ല ബോഡിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരിക്കലും ഒരു ലൈംഗിക ചൊവ്വയായിട്ടുള്ള ഒരു സംസാരം അല്ലല്ലോ. ഞാൻ അവളുടെ ശരീരത്തെ പറ്റിയല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ ശരീരത്തെ പറ്റി നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. ആ ശരീരം പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ധരിച്ചേക്കുന്ന ഒരു വസ്ത്രം, ആ വസ്ത്രം കണ്ടിട്ടാണ് അവർ പറയുന്നത്, ഓ അവളുടെ ശരീരം കൊള്ളാലോ, നല്ല സൂപ്പർ പീസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി പറയുന്നത്, അതായത് സ്ത്രീയോട് നല്ല ശരീരഘടനയാണെന്ന് അഭിപ്രായപ്പെടുന്നതും ലൈംഗിക ചൊവ്വയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക അതിക്രമമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സഹപ്രവർത്തകയുടെ ശരീരഭംഗി മികച്ചതാണെന്ന് പറയുകയും ഫോണിൽ ലൈംഗിക ചൊവ്വയുള്ള സന്ദേശങ്ങൾ അയച്ചതിനും ലൈംഗിക അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു KSEB ഉദ്യോഗസ്ഥനായിരുന്ന R രാമചന്ദ്രൻ നായർ ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയായിരുന്നു. അതിലാണ് ഹൈക്കോടതി ഇത്രയും നല്ലൊരു വിലയിരുത്തൽ നൽകിയത്. ഉറപ്പായിട്ടും ഹൈക്കോടതി പറയുന്നത് ശരിയാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരാളുടെ ഒരു അശ്ലീല കമന്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഫോണിലൂടെ പോലും സംസാരിക്കാനുള്ള യോഗ്യത നമുക്കില്ല. മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ വ്യക്തി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇടുന്നത്, ആ വ്യക്തി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് സഞ്ചരിക്കുന്നത്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും നോക്കുക, പ്രത്യേകിച്ച് എസ്പെഷ്യലി മലയാളികൾക്ക് അല്ലെങ്കിൽ അന്യന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയുന്നത് കുറച്ച് വെമ്പലുള്ള അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആകാംക്ഷ പരത്തുന്ന കാര്യമാണ്. സ്വന്തം ജീവിതം നന്നായില്ലെങ്കിലും മറ്റൊരാളുടെ ജീവിതം നന്നാവരുത്, അല്ലെങ്കിൽ അയാളുടെ ജീവിതം കുട്ടിച്ചോറാവണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മലയാളികൾ. അല്ലെങ്കിൽ അവന്റെ കടയിൽ ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി, അത് ചിലപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ചെന്ന് പറഞ്ഞ് അവിടെ ഒരു പരദൂഷണം പോലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് മലയാളികൾക്ക്. അതിൽ മലയാളികൾക്ക് ഒരു മികച്ച അവാർഡ് തന്നെ നൽകണം.
അതാണ് നമ്മൾ നേരത്തെ നമ്മൾ ഒരു വിഷയം പറഞ്ഞായിരുന്നു, നടി ഹണി റോസിൻ്റെത്. ഹണി റോസിൻ്റെ അതിന് സമാനമായിട്ടുള്ള രീതി തന്നെയാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പണ്ടേ മുതൽ തുടർന്ന് വരുന്ന ഒരു സിസ്റ്റമാണ്. കാരണം സ്ത്രീകൾ എന്ത് ധരിച്ചാലും അതിനെ കുറ്റപ്പെടുത്താം എന്നുള്ളൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ആരും ചോദിക്കാനൊന്നും വരത്തില്ലല്ലോ. പണ്ടൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്നത് ആരും ചോദിക്കില്ലായിരുന്നു. കാരണം അവർ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരോട് നമുക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഇത് അവഗണിച്ച് കളയുമായിരുന്നു. അല്ലെങ്കിൽ കുറേ പേർക്ക് ഇത് ഒരുപാട് മാനസികമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും അവർക്ക് തന്നെ തോന്നും താൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ പല ആത്മഹത്യകളും നടന്നിട്ടുണ്ട് ഈ അല്ലെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ച് പറഞ്ഞും അവരെ അങ്ങനെ വേദനിപ്പിച്ചും സൈബർ അറ്റാക്കുകൾ അങ്ങനെയൊക്കെ വേദനിപ്പിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകളും ഇതിൽ ഇടപെടാതെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സിനിമാ നടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അത്രയും അല്ലെങ്കിൽ അവർ അത്രയും ഹറാസ്മെന്റ് സഹിക്കുമ്പോൾ മാത്രമേ അവർ രംഗത്ത് വരാറുള്ളൂ. അല്ലെങ്കിൽ അവർ കൂടുതലും ഇത് മാക്സിമം ഒരു സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് അവർ വിട്ടുകളയുന്ന സ്വഭാവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് അന്യന്റെ സ്വകാര്യതയിൽ കൈകടത്തുന്ന ഒരു നല്ല പ്രവണതയല്ല. അത് എല്ലാ തരത്തിലും ഉണ്ടെന്ന് വെച്ചാൽ മലയാളികൾക്ക് കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ. ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലും, അതായത് സ്ത്രീയുടെ ബോഡിനെ പറ്റി ഒരു സ്ത്രീയെ പറയാൻ ആർക്കും യാതൊരു അവകാശവുമില്ല. കാരണം അവൾ എന്ത് ധരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് കഴിക്കണം, അത് അവളുടെ അവകാശമാണ്. അതല്ല ഒരിക്കലും ഒരു പുരുഷനാണെങ്കിലും മറ്റൊരാൾക്കുമാണെങ്കിലും. അതായത് നമുക്കറിയാം ഇപ്പോൾ പ്രായമായ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു കയ്യില്ലാത്ത ഉടുപ്പിട്ടുകൊണ്ട് നടന്നാൽ അയ്യോ അവളുടെ അച്ഛനും അമ്മയും സമ്മതിച്ചു ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ, നമ്മൾ ആ സ്പോട്ടിൽ അവരെ മനസ്സിൽ വരുന്ന ഡയലോഗാണത്. അപ്പം നമ്മൾ അവിടെ ചിന്തിക്കണം, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കാം, നാട്ടുകാർക്കാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ എന്തിട്ടാലും അത് നാട്ടുകാർക്കാണ് പ്രശ്നം, എൻ്റെ വീട്ടുകാർക്ക് അത് പ്രശ്നമില്ലായിരിക്കും. അപ്പോൾ നാട്ടുകാരെ പേടിച്ച് ചില അച്ഛനമ്മമാർ പറയും മോളെ ഇത് ഇടണ്ട എന്ന് പെൺമക്കളോട് പറയുന്ന അച്ഛനമ്മമാരുണ്ട്. അത് നമുക്ക് കാണാം. അപ്പം അതെല്ലാം ഈ സമൂഹത്തെ പേടിച്ചാണ്. ഈ സമൂഹം തന്നെയാണ് ഒരു സ്ത്രീയെ നല്ലവളാക്കുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലവളായിരിക്കാം, സമൂഹം ചിലപ്പോൾ പറയും അല്ല അവൾ മോശക്കാരിയാണ്, അതോടെ എല്ലാവരും മോശക്കാരിയാണെന്ന് പറയും. ഈ സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് പ്രായഭേദ വ്യത്യാസമില്ലാതെ കുട്ടികളെയും അതോടൊപ്പം തന്നെ മുതിർന്നവരെയും ഇത്തരത്തിൽ ശരീരവുമായി ബന്ധപ്പെട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചേർന്ന കമൻറ്റുകൾ പതിവാണല്ലോ. അത് പല നടിമാരും പണ്ട് ഇത്തരം സംഭവങ്ങൾക്കിരയായിട്ടുണ്ട്. അത് പ്രായവ്യത്യാസമില്ലാതെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പുതിയ തലമുറയിലെ അനശ്വര രാജനും അടക്കമുള്ള ഇന്ദ്രജിത്തിന്റെ മകൾ ഉൾപ്പെടെയുള്ളവർ കാരണം ഇവർക്കെല്ലാം 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇവർക്കും ഇത്തരം ഈ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരം സൈബർ ആക്രമണങ്ങൾ പതിവാണ്, മുതിർന്നവർക്കെതിരെയും ഉണ്ടാകുന്ന പതിവാണല്ലോ. ഇതെല്ലാം ചിലപ്പോൾ നിയമ സംവിധാനത്തിന്റെ പരാജയം കൊണ്ടായിരിക്കുമോ ഇവർക്ക് ഇങ്ങനെ തുടർച്ചയായി തന്നെ ഇത്തരം ആക്ഷേപങ്ങളുമായും ഇത്തരം കമന്റുകളുമായി രംഗത്ത് വരാനുള്ള ധൈര്യം ലഭിക്കുന്നത് ഈ സംവിധാനത്തിന്റെ പരാജയം കൊണ്ടാണ്? ഉറപ്പായിട്ടും ധൈര്യം ലഭിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എന്തും പറയാം സോഷ്യൽ മീഡിയയിൽ എന്നുള്ളൊരു അഹങ്കാരം, അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയാൻ ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ല. കുറേ പേര് അതിനെ സപ്പോർട്ടായിട്ടായിരിക്കും വരുന്നത്. എന്ത് കമന്റ് ഇട്ടാലും നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മളൊരു കമന്റ് സെക്ഷൻ നോക്കിയാൽ അത് സ്ത്രീകൾ വരെ കാണും ഒരു അശ്ലീല കമന്റ് ഇടുന്നത്. ഈ പറയുന്ന പ്രാർത്ഥന ഇന്ദ്രജിത്ത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുമ്പോഴും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സിന് ഈ കമന്റുകൾക്കാണ് പ്രശ്നം. അവൾ എന്തിനാണ് അങ്ങനത്തെ ഇട്ടത്, അല്ലെങ്കിൽ അവൾ അച്ഛനും അമ്മയ്ക്ക് ഇത് സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷെ ചിലപ്പോൾ പ്രാർത്ഥനയുടെ കുടുംബത്തിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം സ്വന്തം അവൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ എന്ന് പറഞ്ഞാൽ കുടുംബം പറയുന്നത്. പക്ഷേ ഈ കമന്റോളികൾക്കാണ് പ്രശ്നം. കമന്റോളികൾ പറയണം, അതായത് അവർ പറയുന്നു ഇത്രയും മാന്യമായ വസ്ത്രമേ ധരിക്കാവൂ, ആ മാന്യമായ വസ്ത്രമേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ അവിടെ സ്ത്രീകളുടെ മണ്ടയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പല നടികളും ഇതിനെ ഇരയാക്കിയിട്ടുണ്ട്. അതായത് അനശ്വര രാജൻ, അതായത് എല്ലാ നടിമാരും ഇന്റർവ്യൂവിലൊക്കെ ഇത് പറയുന്നുണ്ട്. കാരണം വളരെ പദ്ധതിക്കായിട്ടാണ് അവർ പറയുന്നത്. ഞാനൊരു പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വരുന്ന കമന്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോകും. കാരണം നമ്മളിതൊന്നും വിചാരിക്കണം, നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇടുന്നത്, പക്ഷേ നെഗറ്റീവായിട്ട് എടുക്കുന്ന കുറേ പേരുണ്ട്. ഈ ഹണി റോസിനെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാരണം 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പറഞ്ഞു ഞാൻ മാപ്പ് പറയാമെങ്കിൽ മാപ്പ് പറയാം. അയാളൊരു വ്യവസായിയാണ്, മാപ്പ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു 60 വയസ്സുകാരനെ വരെ ഹണിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടതിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രായ വ്യത്യാസമില്ല. കുട്ടികൾ മുതൽ ഈ 60 വയസ്സിന് മുകളിലുള്ളവർ വരെ അശ്ലീല കമന്റുകൾ ഇടുന്നുണ്ട്. നമുക്കറിയാം യൂട്യൂബേഴ്സൊക്കെ എന്തുമാത്രം അശ്ലീല കമന്റുകളാണ് സ്ത്രീകളെ പറ്റി പറയുന്നത്. ചില യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഡ്രസ് കോഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്.
അതൊക്കെ നമ്മൾ കാണുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഞാൻ ചേട്ടൻ നേരത്തെ ചർച്ച ചെയ്തായിരുന്നു. അതായത് ഉപ്പുമുളകിലെ ബിജു സോപാനത്തിൻ്റെയും ശ്രീകുമാറിൻ്റെയും ഒരു കേസ്. അതിലൊരു നടിയുടെ അല്ലെങ്കിൽ ആ സീരിയൽ തന്നെ അഭിനയിക്കുന്ന ഒരു നടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആ നടിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് പറഞ്ഞ് പല യൂട്യൂബേഴ്സും കണ്ടന്റ് ഇട്ടു. പക്ഷെ യഥാർത്ഥ നടി ആരാണെന്ന് പോലും അവർക്കറിയില്ല. അവർക്ക് അവിടെ എന്താണ് റീച്ചാണ് വേണ്ടത്. അപ്പോൾ പിന്നീട് ആ നടി സഹികെട്ട് വന്ന് പറഞ്ഞു ഞാനല്ല എന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയ എത്രത്തോളം ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഒരു നല്ലൊരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീയെ പറ്റി ആർക്കും കമന്റ് പറയാനോ അല്ലെങ്കിൽ അവളുടെ ശരീരഭംഗിയെ കുറിച്ച് പറയാനോ അവളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയാനോ ആർക്കും തന്നെ അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, അതായത് ഒരു പൗരന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യം ഹരിക്കുന്ന ഏതൊരാൾക്കും കർശന നടപടി തന്നെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അയാൾ കർശന മുന്നറിയിപ്പ് തന്നെ നൽകണം.